പാവം പിടിച്ച മനുഷ്യൻ ഉപയോഗിച്ച ഒരു ഫോണാണ്. ഈ ഫോൺ നമ്മുടെ അടുത്ത് സർവീസിന് കൊണ്ടുവന്ന ഒരവസ്ഥയാണ് ഈ കാണുന്നത്. ഇതിൻ്റെ ബാക്ക് വശവും ഫ്രണ്ട് വശവും ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ പിടികിട്ടും. ഡിസ്പ്ലേ ഒക്കെ ഫ്രെയിമിൽ നിന്ന് ഇളകിപ്പോയിട്ട് സല്ലോ ടേപ്പിനൊക്കെ ഒട്ടിച്ചാണ് നിർത്തിയിരുന്നത്. അപ്പോൾ ഇത് നമ്മളോടൊന്ന് റെഡിയാക്കാൻ തരാൻ പറഞ്ഞു. കാരണം വേറൊരു ഫോൺ ഉപയോഗിക്കാനില്ല, ഇത് റെഡിയാക്കി ഒന്ന് തരാമെന്ന് ചോദിച്ചു. അങ്ങനെ നമ്മുടെ അടുത്ത് കൊണ്ടുവന്നു. എന്തായാലും നമുക്കിത് റെഡിയാക്കി കൊടുക്കണം. ഇതിന് കുറച്ച് പണിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നമുക്കൊന്ന് വൃത്തിയാക്കാനൊക്കെ നോക്കണം. എന്തായാലും ഞാൻ ഈ ഫോൺ അഴിച്ച സമയത്ത് മദർ ബോർഡിൽ നിന്ന് വലിയ വിഷയം കാര്യങ്ങളൊന്നും ഇല്ല. എന്നാലും നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് ആദ്യം പരിപാടി തുടങ്ങാമെന്ന് വെച്ച് അങ്ങനെ ഞാൻ മദർ ബോർഡും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് പഴയ ഡിസ്പ്ലേ ഒക്കെ ഊരി വെച്ചെങ്കിലും നമുക്ക് എല്ലാം ഒന്ന് ചെക്ക് ചെയ്യണം. കാരണം ഇത് ഒത്തിരി നാൾ ഉപയോഗിക്കാതൊക്കെ ഇരുന്നാണെന്ന് തോന്നുന്നു. കാരണം ആ കണ്ടീഷൻ ആയിരുന്നില്ല, അത് പൊടിയും കാര്യങ്ങളുമൊക്കെ. എന്തായാലും നമ്മൾ ഡിസ്പ്ലേ കണക്ട് ചെയ്ത സമയത്ത് ഇതാണ് ഡിസ്പ്ലേയുടെ അവസ്ഥ. അപ്പം ഇത് ഡിസ്പ്ലേയുടെ അവസ്ഥയെന്ന് പറയാൻ പറ്റത്തില്ല. ഇതെന്താണെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഡിസ്പ്ലേ നോർമലായി. പിന്നെ ഒന്ന് അനക്കി കഴിയുമ്പോൾ ഇതാണ് അവസ്ഥ. ഈ അവസ്ഥ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിൻ്റെ ബാക്ക് വശത്ത് ഈ മദർ ബോർഡ് ഇരിക്കുന്ന ഭാഗത്തൊക്കെ പിടിച്ച് കഴിയുമ്പോൾ ഡിസ്പ്ലേ മിന്നുകയും പല പ്രശ്നങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ കണ്ടീഷനിൽ നമുക്ക് ഡിസ്പ്ലേ വെക്കാൻ പറ്റത്തില്ല. ഞാൻ ഇതിൻ്റെ CC ബോർഡിൻ്റെ ഭാഗത്ത് ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കുമ്പോൾ ഡിസ്പ്ലേ നല്ല രീതിക്ക് നിൽക്കുന്നുണ്ട്. കുറേ കഴിയുമ്പോൾ കിടന്ന് ഇതുപോലെ തുള്ളി കാണിക്കുക, ലോഗോയും കാര്യങ്ങളൊക്കെ തുള്ളി കാണിക്കുകയാണ്. അപ്പം നമുക്കിതിനകത്ത് കുറച്ച് പണിയുണ്ടെന്ന് നമുക്ക് മനസ്സിലായി. കാരണം ഒന്നെങ്കിൽ ഡിസ്പ്ലേയുടെ കംപ്ലയിൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ സ്ട്രിപ്പിൻ്റെ കംപ്ലയിൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ മദർ ബോർഡിൻ്റെ കംപ്ലയിൻ്റ് ആയിരിക്കും. നമുക്ക് എവിടെ നിന്ന് ആ പണി കിട്ടുന്നത് പറയാൻ പറ്റത്തില്ല. എന്തായാലും ഞാൻ ഈ സ്ട്രിപ്പെ പിടിക്കുമ്പം കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. കൈ എടുത്താൽ പോകും, ഇതുപോലെ കിടന്ന് തുള്ളിക്കൊണ്ടിരിക്കും. എന്തായാലും ഇതിൻ്റെ ഫ്രണ്ടിലെ ഒരു പിക്ചറുണ്ട്, അതൊക്കെ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും കിടന്ന് മിന്നിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഞാൻ ആ സ്ട്രിപ്പിൽ അമക്കി പിടിച്ചിട്ട് ഈ ഫോണിട്ട് കുലിക്കാൻ പോലും അത് പോകത്തില്ല. പിന്നെ കുറച്ച് കഴിയുമ്പോൾ അത് പിന്നെയും പോകും. ഈ അവസ്ഥയാണ്. അപ്പോൾ ഈ അവസ്ഥയിൽ ഒരു ഡിസ്പ്ലേ നമ്മൾ മാറിയിട്ടാൽ പോലും അത് ഈ അവസ്ഥ തന്നെ കാണിക്കും. അതാണ് മെയിൻ പ്രശ്നം. എന്തായാലും നമുക്കിതൊന്ന് മാറി നോക്കണം. അതിനുവേണ്ടി നമ്മൾ പുതിയ ഡിസ്പ്ലേ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. ഈ ഡിസ്പ്ലേ ഇട്ടിട്ട് നമുക്ക് കംപ്ലയിൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കണം. അങ്ങനെ നമ്മളിത് പുതിയ ഡിസ്പ്ലേ ഒക്കെ ഇട്ട് എന്തായാലും പ്രശ്നം തീർന്നു. നമ്മൾ ബാക്ക് പാനലൊക്കെ പുതിയതൊക്കെ വാങ്ങിച്ചിട്ട് ഫോൺ നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. സെൻറ്റർ ബോഡി ഒന്ന് മാറണമെന്ന് പറഞ്ഞു, അത്യാവശ്യം വൃത്തിയായാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ പുതിയ ഡിസ്പ്ലേ ഒക്കെ ഇട്ട് ബാക്ക് പാനലും ഒക്കെ മാറി ഫോൺ നീറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പം ഫോണിന് തുള്ളലോ പ്രശ്നങ്ങളോ ഒന്നുമില്ല. അവൻ്റെ ഏതൊക്കെ പ്രശ്നങ്ങളുണ്ടോ അതെല്ലാം നമ്മൾ മാറ്റി ഫോൺ ക്ലിയർ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ കസ്റ്റമറിന് ഒത്തിരി നാളും കൂടെ ഉപയോഗിക്കാം. അത്ര നമ്മൾ ക്ലിയർ ആക്കി എടുത്തിട്ടുണ്ട്. ഈ ഫോണ് കംപ്ലയിൻ്റൊക്കെ നമ്മൾ മാറ്റി നല്ല രീതിക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി അങ്ങനെ കംപ്ലയിൻറ്റും കാര്യങ്ങളൊന്നും വരാൻ കാരണം ഇവനായിരുന്നു. ഈ CC ബോർഡിൻ്റെ പ്രശ്നം കൊണ്ടാണ് അത് അങ്ങനെ വന്നിരുന്നത്. ഇടയ്ക്ക് നമ്മൾ സ്ട്രിപ്പ് മാറി നോക്കി, ഡിസ്പ്ലേ മാറി നോക്കി, പല പരിപാടിയും നോക്കി ലാസ്റ്റ് നമുക്ക് മനസ്സിലായി ഈ CC ബോർഡാണ് പ്രശ്നം.